22 വർഷം മുമ്പ് വീട് വിട്ടുപോയ മകൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഒരച്ഛനും അമ്മയും. മകൻ തിരിച്ചെത്തിയപ്പോൾ അവർ സന്തോഷിച്ചു. പക്ഷേ അല്പസമയം കൊണ്ട് ആ സന്തോഷം സങ്കടത്തിലേക്ക് വഴിമാറി. കാരണം അമ്മയിൽ നിന്ന് ഭിക്ഷ വാങ്ങി തിരിച്ചു പോകാനായിരുന്നു ആ മകൻ എത്തിയത്. 11ാം വയസ്സിൽ കാണാതായ മകൻ എത്തിയത് സന്യാസിയായിട്ടായിരുന്നു. അമ്മയ്ക്കൊപ്പം ഇരുന്ന് മകൻ പാടുന്ന ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. आज खाया ना लई रे अपने गुरु कई कसम आज सुनो लई रे कोई निर्मला लई रे देवी आज नीलम लई रे कोई वजना ता छूटी गए. ഹിമ കെ ഹരിദാസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഹിമ, പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് അങ്ങ് പൊട്ടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സന്തോഷിക്കുമ്പോൾ തമാശയായിട്ടാണെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോലും ഉള്ളിൽ നിന്ന് പറയാറുണ്ട് ഒരുപാട് അങ്ങ് സന്തോഷിക്കേണ്ട കേട്ടോ എന്ന്. പക്ഷെ ചില സംഭവങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോകും. ഒരുപാട് അങ്ങ് ചിരിച്ചാൽ അല്പസമയം കൊണ്ട് അല്ലെങ്കിൽ ഉടനെ തന്നെയൊക്കെ കരയേണ്ട ഒരു സാഹചര്യം അങ്ങനെ പലർക്കുമൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. ഇത് ഏറെക്കുറെ അതേപോലെയാണ്. എത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. 11ാമത്തെ വയസ്സിൽ കാണാതെ പോയ മകനാണ് തിരികെ എത്തി. പക്ഷെ പെട്ടെന്ന് ആ സന്തോഷം സങ്കടത്തിലേക്ക് വഴിമാറുകയാണ്. ആ ഇരുന്ന് പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ ചുറ്റും എല്ലാവരും കരയുന്നുണ്ട്. നമുക്കും ഏറെ സങ്കടം വരും. അത് തീർച്ചയായും പൂജ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ന് ഒരുപാട് ഞാൻ ചിരിച്ചു, ചിലപ്പോൾ എനിക്ക് കരയേണ്ടി വരുമെന്ന്. പക്ഷെ ഇത് ഒരുപാട് ചിരിക്കാൻ പോലുമുള്ള ഒരു അവസരം ഉണ്ടായില്ല. മകൻ തിരിച്ചെത്തിയപ്പോൾ തന്നെ ആ മകൻ തിരിച്ചു വീണ്ടും സന്യാസത്തിലേക്ക് പോവുകയാണ്. ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 11ാം വയസ്സിൽ കാണാതായ മകൻ 22 വർഷങ്ങൾക്ക് ശേഷം 33ാം വയസ്സിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഒരു മകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. 11ാം വയസ്സിൽ ഈ മകൻ പോകുന്നത് വീട്ടുകാരുമായി വഴക്കിട്ടാണ്. അന്ന് തൊട്ട് ഈ മകന് വേണ്ടി തിരയുകയാണ്. 22 വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്രയോ നാൾ തിരഞ്ഞ് ഒരുപക്ഷെ മനസ്സ് മരവിച്ച് മകൻ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കും ആ അമ്മ. എന്നിട്ട് 22 വർഷങ്ങൾക്ക് ശേഷം ആ മകൻ തിരിച്ചെത്തി ഈ നമ്മളോടൊപ്പം ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മകൻ സന്യാസത്തിലേക്ക് പോവുകയാണ്. താൻ ഭിക്ഷ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഈ സന്യാസത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ഭിക്ഷ സ്വീകരിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് വന്നത് എന്ന് അറിയുമ്പോൾ ആ അമ്മ ഇത്രമാത്രം വേദനിച്ചിരിക്കും നമുക്ക് അറിയാം. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അവർ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഒരു കാര്യത്തിൽ അവർക്ക് ഇനി ആശ്വസിക്കാനുള്ളതാകും ഒന്ന് മാത്രമേ ഉള്ളൂ. 22 വർഷം കാത്തിരുന്ന മകൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവൻ എവിടെയാണെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം അവൻ നയിക്കാൻ പോവുകയാണ്. സന്യാസത്തിലേക്ക് കിടക്കുകയാണെങ്കിലും അവരുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സന്തോഷം പെട്ടെന്നാണ് ദുഃഖത്തിലേക്ക് വഴിമാറിയത്. ഒരുപാട് പേർ ഈ മകനോട് ആ നാട്ടുകാർ ഒന്നടങ്കം അന്വേഷിച്ചിട്ടുണ്ട് ഈ 11ാം വയസ്സിൽ ഇവനെ കാണാതായ ഘട്ടം തൊട്ട്. അപ്പൊ അവനോട് പോകരുത് എന്ന നാട് ഒന്നാകെ പറയുന്നുണ്ട്. ഈ അമ്മ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കുന്നില്ല. അദ്ദേഹത്തിന് സന്യാസത്തിലേക്ക് പോകാനാണ് താല്പര്യം. എന്തായാലും ആ വീട്ടുകാർക്ക് ആശ്വസിക്കാം. മകനെന്നും ജീവനോടെയുണ്ട്. സന്യാസമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പോലെ അദ്ദേഹം ജീവിക്കുന്നുണ്ട് എന്നുള്ള രീതി. അതെ ഹിമ, ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നതല്ലേ. വലിയ സങ്കടമാണ് മകൻ ഇപ്പോൾ കൂടെയില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഒന്ന് കാണാനായല്ലോ, എന്നിട്ടാണല്ലോ അവൻ മടങ്ങിപ്പോയത് എന്നുള്ള ഒരു ആശ്വാസം എന്തായാലും ആ അമ്മയ്ക്കൊക്കെ ഉണ്ടാകും. ശരി ഹിമ.